ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ വരികയും ഫൈനലിൽ എനിക്ക് 3rd place ആണ് ലഭിച്ചത്. നമുക്കെപ്പോഴും ദൈവം ഒരു വലിയ നേട്ടം തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. കയ്യിൽ മൈക്ക് കിട്ടി പാടി ഇത്രത്തോളം യഹോവ സഹായിച്ചു. 3rd place എത്താൻ സാധിച്ചത് തീർച്ചയായും ഞാൻ നന്ദി പറയുന്നു. മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആ ഒറ്റ പാട്ട്, ആ ഒരു 4 വരി ഏഷ്യാനെറ്റിൽ മോർ ദാൻ 60 സോങ്സ് ഞാൻ പാടുകയുണ്ടായി. പക്ഷേ ആ 4 വരി പാടിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം എന്നെ ആ ഷോയിൽ കൊണ്ടുവന്നത്. ക്രിസ്തീയ സംഗീത വേദിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആനന്ദം, ഇറ്റ് ഇസ് ബ്ലിസ്. അതൊരിക്കലും എനിക്ക് ഒരു സെക്യുലർ വേദിയിൽ ലഭിച്ചില്ല. മേ ബി ഫൈനാൻഷ്യലി ഈ ലോകപ്രകാരമുള്ള നേട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ ശരിയായിരിക്കാം, സെക്യുലർ വേദിയിൽ നിന്ന് എനിക്ക് ഒത്തിരി കിട്ടുമായിരിക്കും. പക്ഷേ ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരിക്കലും ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടില്ല. ദൈവവുമായിട്ടുള്ള സമാധാനം എനിക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. ദൈവം എനിക്ക് തന്ന ഈ താലന്തിനെ ദൈവനാമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളത്. ആ തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാൻ സെക്യുലർ വേദിയിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി പേര് എന്നെ അഡ്വൈസ് ചെയ്യാനുണ്ട്. എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള തീരുമാനമെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം അവർ പക്ഷേ എന്നെ അന്ന് ശക്തീകരിച്ച ഒരു ഗാനമാണ്. ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. ബിക്കോസ് ഹി ലിവ്സ് all fear is gone. Because I know he holds my future and life is worth it just because he lives. ഈ പാട്ട് it fueled me to take the decision. എൻ്റെ സാക്ഷ്യഗാനമാണ് താൻ വാഴിക്കാൻ ആകുലമില്ല എന്ന ഗാനം.